നീ മേടിച്ചോണ്ട് വന്നതിൽ ഒരുപാടുണ്ടായിരുന്നു. അവസാനിച്ചൊന്നുമില്ല. കുളിച്ച് വൃത്തിയായാലേ അവസാനമാവും. കുളിക്കാൻ പോലും നേരം കിട്ടിയില്ല. ഇനിയാണ് മറ്റു സാധനങ്ങൾ ഉണ്ടാകും. 6:00 പറഞ്ഞു ഇന്നെന്നാ പകല് പോവാതിരുന്നപ്പോ. നമ്മളിങ്ങനെയുള്ള ഷോപ്പില് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോ എപ്പോഴും രാവിലെ പോകണം. ശരിയാണ്, അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാ. മെയ്ഡ് ബൈ ലിനോ ആണോ? ഹാഫ് ഇതാണ് സാധനം കേട്ടോ. അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിട്ടോ. ഇത് ഞാൻ പറിച്ചെടുത്തു. കുടിച്ചു. എനിക്കും ഭയങ്കര ദാഹം. അതെ 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 അതെ. എനിക്ക് അങ്ങനെ വേനലിലേക്ക് കടക്കുവാന്ന് തോന്നുന്നു. തണുപ്പൊക്കെ കുറഞ്ഞിട്ടേ. ഇത് പിഴിഞ്ഞു കുടിക്കാം. ഊണ് കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോ കുടിച്ചു. ഇപ്പൊ ഊണിന്റെ സമയമായില്ലേ? അതെ. ഓക്കെ, വെയിലത്തുനിന്ന് വെക്കോ. താഴെയുള്ള ഇതപ്പ തെളിച്ചിട്ടുണ്ട്. ഞാൻ തെളിച്ചായിരുന്നു. ഓറഞ്ചയില് നാരങ്ങ ഉണ്ടായിരുന്നു. നീ നട്ടാക്കണം. കപ്പങ്ങ വന്ന് മറിക്കാറായിട്ടുണ്ട്. വെയിലത്തൊന്ന് മാറിക്കോ. ഞാൻ മാറിക്കോളാം, എനിക്ക് അത്രയ്ക്ക് കുഴപ്പമില്ല. എന്തുമാത്രം നോക്കിക്കേ. ഇത് പാടാമില്ല. അതെ 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 അതെ. അരി കയറി പോവാ. എന്തൊരു മണ. അതെ 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 അതെ. അപ്പ വർഷങ്ങൾ മുമ്പ് മേടിച്ചോണ്ട് വന്നതാ. അത് കഴിഞ്ഞ് ഇത് കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴാണ് നീ അന്ന് മേടിച്ചോണ്ട് വന്നേ. നീ മേടിച്ചോണ്ട് വന്നതിൽ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ പോയെന്നറിയില്ല, കാടായോണ്ട്. ഇന്നിപ്പോ അവിടെ തെളിപ്പിക്കുവപ്പ. നമുക്ക് കയറി പോവാം. ഇത്രയും വലിയൊരു തുളസിയാണ് നമ്മൾ പറിച്ചു നടാൻ പോകുന്നത്. പിടിക്കുമെന്ന് തോന്നണില്ല കേട്ടോ. പിടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ നിങ്ങൾക്ക് തോന്നണേന്ന് പറയണേ. ഇവിടെ നിന്നാ പോവും, അതുകൊണ്ടാണ് നല്ല താഴ്ചയില് പേര്. അല്ല, അത് ചെലപ്പോ പിടിക്കും കേട്ടോ, പറയാൻ പറ്റില്ല. നല്ല ഊരായിരുന്നല്ലേ. അതുപോലെ ഈ കപ്പളമൊക്കെ പോകും. ഡേസി എന്നോട് പറഞ്ഞിങ്ങനെ അവരെ കൊണ്ട് തന്നെ കുഴി കുത്തി വെച്ച് നോക്കി ചേച്ചിന്ന്. ഇതെന്തായാലും നമുക്കൊന്ന് നട്ട് നോക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്തായാലും പറ കേട്ടോ. ഞങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ് ഇത് പിടിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇതിന്റെ പേര് രാമതുളസി എന്നാന്ന് തോന്നുന്നു അല്ലേ? ഇത് നമുക്കവിടെ ഉണ്ട്. ആ തൈ വെല്ലിപ്പട അവിടെ ഞാൻ കൊണ്ടുവന്നു. 2 പിടിച്ചതുണ്ട്. പക്ഷെ ഇത് നല്ല നല്ല നിറവും അല്ലേ. ഇവിടെ വെക്കാം. അപ്പോൾ നട്ടല്ലോ. എങ്ങനെയുണ്ട് തുളസി? അടിപൊളി. പ്രിസർവ് ചെയ്ത് പിടിച്ചാൽ മതിയായിരുന്നു. പിടിക്കും. ഷെയ്ഡ് ഉള്ളതുകൊണ്ട് പിടിച്ചു. അതുകൊണ്ടാണ് ഈ ഷെയ്ഡിൽ കരുനാരകത്തിന്റെ അടുത്ത്, കരുനാരകല്ല ചെറുനാരക അപ്പഴ കാച്ചിട്ടില്ല കേട്ടോ. അതിന്റെ അടുത്ത് കൊണ്ടേ വെച്ചത്. വേറൊരു സംഗതിയും കൂടെ അവിടെ വെക്കാനുണ്ട്. പിടിക്കുമോന്ന് നമുക്ക് നോക്കാം. കൊണ്ട് വരാം. വെള്ളക്കാന്താരി ഷെയ്ഡിൽ വെക്കണം. അതാ വൈകുന്നേരത്തെ ആക്ടിവിറ്റീസ് ഒക്കെ അവസാനിച്ചൊന്നുമില്ല. കുളിച്ച് വൃത്തിയായാലേ അവസാനമാവും. കുളിച്ച് മെനയാവണം. നമ്മള് മേടിച്ച റോള് വെജ് റോളാണ്. അതിൽ നിന്നൊന്ന് എടുക്കും. അതേ കട്ട് ചെയ്ത് വെച്ചതേ ഫ്രീസറിൽ ഇരുന്നുകൊണ്ട് കല്ല് പിടിച്ചിരിക്കുവാണ്. അത് കുറച്ച് അടർത്തി എടുത്ത് വറക്കാനെടുക്കാൻ, ബാക്കി ഫ്രീസറിലേക്ക് തന്നെ വെക്കാം. നമ്പേഴ്സ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നേരം വലിപ്പം അത്രയല്ലേ ചെറുതാ. ഫ്രീസായിട്ട് തന്നെ ഇപ്പോഴും ഇരിക്കണം കേട്ടോ. സൂക്ഷിച്ച് അടർത്തിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനമൊക്കെ പൊടിഞ്ഞു വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ളത് ഡെലിക്കേറ്റാ. അതുകൊണ്ട് കംപ്ലീറ്റ് ഡീഫ്രോസ്റ്റ് ആയിട്ടേ നമ്മൾ അതിൽ നിന്ന് അടർത്താൻ ശ്രമിക്കാവുള്ളൂ. വളരെ ശരിയത്. പൊട്ടി ഇതുണ്ടോ വിട്ടുവിട്ടായിരിക്കണത് തന്നെ. പറഞ്ഞിട്ട് കാര്യമില്ല പാക്കിങ്. അതെ. പിന്നെ അത് മാത്രമല്ല, തണുത്ത് വിറച്ചിരിക്കുമല്ലേ, അതാണ് സംഭവം. വൈകുന്നേരത്തെ ഒരു ഷോർട്ട് ഈറ്റ്. ഇന്ന് നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും അതെ. ഒരാഴ്ചയായിട്ട് അങ്ങനെയാണ് ഞങ്ങൾക്ക്. അപ്പൊ അത് കാരണം മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ നേരം കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മേടിച്ചോണ്ട് വന്ന കേട്ടോ. എപ്പോഴും ഒന്നും നമ്മൾ മേടിക്കാറുമില്ല. ഒരിക്കലും മേടിക്കാറില്ല. അതെ. കുളിക്കാൻ പോലും നേരം കിട്ടിയില്ല. ഇനിയാണ് മറ്റു സാധനങ്ങൾ ഉണ്ടാകും. പറമ്പിൽ ഇഷ്ടം പോലെ പണിയണ ചേട്ടന്മാരുണ്ട്. ഇപ്പൊ പുല്ലുവെട്ടിന്റെ ഏകദേശമൊക്കെ ഒന്നായി. ഇപ്പൊ ഉടനെ ഇല്ല. അതെ, മതിയായിരിക്കും. അത്രയും മതി. ഇനി അത് നമുക്ക് വേറൊരു ദിവസം എടുക്കാം. അത്രയും മതി ഇപ്പൊ കഴിക്കാൻ. മതി. വയ്ക്കാം.
പണ്ട് ഇതിന്റെ സമോസ നമ്മൾ മേടിച്ചിട്ടുണ്ട്, നല്ലായിരുന്നു അത്. നല്ലായിരുന്നു. അപ്പൊ അതല്ലേ അപ്പൊ പിന്നെ മോശം വരൂല്ലോ. അതിൽ ലോക്ക് ഉണ്ട്, അതാ അങ്ങനെ ചേരണില്ല. ഞാൻ ഞെക്കിത്തരാം, ഞാൻ ഞെക്കിത്തരാം. വൈകിട്ടത്തെ കാപ്പിയാണ്. കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞ 6 കാപ്പി. 6 പറഞ്ഞു പറഞ്ഞു 6 അതെ, ഇന്ന് 6 കാപ്പി 7 മണിക്കാണ് കുടിക്കാൻ പോണേ. ചിലപ്പോ 7:30 കുടിക്കും, ചിലപ്പോ 8 മണിക്കും കുടിച്ചെന്നിരിക്കും. 8 മണിയായാ പിന്നെ ക്യാൻസൽ ചെയ്യും. ആരോ ഗ്രീൻ ടീയുടെ പറഞ്ഞാലും ഗ്രീൻ ടീ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. 11:30 ആകുമ്പോ ഗ്രീൻ ടീ അപ്പ കുടിക്കും, ഞാൻ കുടിക്കാറില്ല. എല്ലാ ദിവസവും കുടിക്കാറുണ്ട് കേട്ടോ ഗ്രീൻ ടീ. ഞാൻ കുടിക്കാറില്ല കേട്ടോ, നേരത്തേക്ക് കുടിക്കുമായിരുന്നു, ഇപ്പൊ കുടിക്കാറില്ല. കാപ്പിയുടെ കൂടെ കഴിക്കാൻ വേറൊരു സാധനം വന്നുണ്ട്, വെജിറ്റബിൾ റോള്. അയ്യോ, സോസ് എടുത്ത് പുറത്ത് വെക്കാൻ അമ്മ പറയുന്നുണ്ട്. ചൂടായെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തതാ കേട്ടോ. ചെറുതായതുകൊണ്ട് ഏതായാലും 2 ട്രിപ്പായിട്ട് പറ്റുള്ളൂ. അതെ, അപ്പൊ പുറത്തേക്ക് പോവാ. ഇനി പുറത്തേക്ക് പോകാൻ പറ്റിയില്ലേ, പണിക്കാരുള്ളതുകൊണ്ട്. അപ്പൊ ഇപ്പൊ ഗ്രോസറി പർച്ചേസ് രാത്രിയിലാ പോണത്. കൊറേ സാധനം ഉണ്ടോ മേടിക്കാൻ? കുറച്ച് സാധനങ്ങളുള്ളോ? ഇന്നെന്നാ പകല് പോവാതിരുന്നപ്പോ? അത് കാരണാണോ? ഓപ്പൺ ചെയ്തോ സ്മാർട്ട് ബസാർ? ഓ, ഇന്നാണല്ലേ ഒഫീഷ്യലി ഓപ്പൺ ആവണേ. അമ്മ അവിടെ റോൾ ഉണ്ടാക്കുന്നുണ്ട്, വന്നു കഴിയുമ്പോ കഴിക്കാം. സ്മാർട്ട് ബസാറിൽ നിന്ന് എന്നാക്കിയാ ഉദ്ദേശിക്കണേ? കാലത്തെ പോകേണ്ടതായിരുന്നു. ഇപ്പൊ ഉള്ളത് മുഴുവനും ഈ തിരിഞ്ഞ സാധനങ്ങളായിരിക്കും. നമ്മൾ ഇങ്ങനെയുള്ള ഷോപ്പില് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോ എപ്പോഴും രാവിലെ പോകണം. കാരണം ഫ്രഷ് ആയിട്ട് തന്നെ ഉള്ളത് കിട്ടും. ഓരോരുത്തർ വന്നും ഇത് തിരഞ്ഞെടുത്ത് ഈ തിരിഞ്ഞ സാധനങ്ങളായിരിക്കും വൈകുന്നേരം കാണുക. അപ്പൊ അതാണ് പ്രശ്നം. ഇന്നിപ്പോ പോകാൻ പറ്റിയില്ല, എന്ത് ചെയ്യാൻ. ഓപ്പണിംഗ് ആയതുകൊണ്ട് ചിലപ്പോ എല്ലാം നല്ലതായിരിക്കും, സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. വാതിലടിച്ചു കുളത്തിന്. അങ്ങനെ ഫ്രൈ ആയി തുടങ്ങി. ഹാഫായില്ലേ? എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പോരെങ്കിൽ ഈ പറമ്പിൽ പൊടിയുണ്ട്, കാരണം ഈ പണി നടക്കണമായിരുന്നു. അല്ല, ഡ്രൈ ആയിട്ടിരിക്കുമല്ലേ വെയില്. വെയിൽ വെട്ടങ്ങനെ അങ്ങനെ 2 എടുക്കുക. കാരണം ഇരുന്ന് മൂക്കും മുട്ടിമുട്ട് വരുന്നുണ്ട് കേട്ടോ. ഏതാണ്ടൊക്കെ ആയി തുടങ്ങി. ഇരുവര കളറുതായിട്ടെടുക്കും. ഇരുന്ന് കുറച്ച് ബ്രൗണിഷ് ആവും. അല്ല, അധികം ആവണ്ടത്, നേരെ ഒരു കരിവ് പോലെ വരും. പിന്നെ പ്രതലം ഇതായതുകൊണ്ട്, മൈദ ആയതുകൊണ്ട് കൂടുതൽ കടുപ്പായാൽ ചിലപ്പോൾ ശരിയാവില്ല. അപ്പൊ പോയി വരുമ്പോ കഴിക്കാന്നൊക്കെ പറഞ്ഞ പോയേക്കണം. ഇത് ഇച്ചിരി കൂടി ആവാനുണ്ടല്ലേ? ഇതിങ്ങനെ ഉരുട്ടി വരാനായിട്ട് പ്രാക്ടീസ് ആയാൽ ആയിക്കോളും. അതും ഇതൊക്കെ മെഷീനിലായിരിക്കും, ബൾക്കല്ലേ. അതെ അതെ അതെ, കൈകൊണ്ട് ചെയ്യാൻ നല്ല ക്രാഫ്റ്റ് വർക്ക് നന്നായിട്ട് അറിയാവുന്നവർക്ക് നല്ല ഈസി ആയിരിക്കും കേട്ടോ. അതെ അതെ, ഇത് മതിയാവും എടുക്കാൻ. ഇതിന് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. എണ്ണ നന്നായിട്ട് വലിയണം. എണ്ണ നന്നായിട്ട് വലിഞ്ഞാലേ എടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ സ്റ്റെബിലൈസർ വെക്കാൻ ഒരു സ്റ്റാൻഡ് വാങ്ങാൻ ഓൺലൈനിൽ കിട്ടുമെന്ന് പലരും പറഞ്ഞു കേട്ടോ. അത് ഇതുവരെ തപ്പാനുള്ള നേരം കിട്ടിയിട്ടില്ല. നേരം കിട്ടിയിട്ട് നമുക്ക് ആ സ്റ്റെബിലൈസർ സ്റ്റാൻഡും കൂടെ വാങ്ങിയാൽ ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും, ഇവിടെയോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ. അപ്പോൾ കുറച്ചുകൂടി എളുപ്പം. ശരിയാണ്, അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. അതിനെപ്പറ്റി ചിന്തിക്കാൻ സമയം കിട്ടിയില്ല പിന്നെ. അപ്പോൾ അതിൻ്റെ നോക്കി സെർച്ച് ചെയ്ത് പറഞ്ഞ് വാങ്ങണം.
ഫുൾ സെറ്റ് ആയിട്ടോ. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ സോസ് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ 2 എണ്ണം കേട്ടോ കഴിക്കാനെടുത്തേ. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നേ. ഞാനൊന്ന് ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ. തീർച്ചയായിട്ടും. അമ്മ എടുത്തോട്ടോ. ക്രിസ്പിയാന്ന് തോന്നുന്നു അല്ലേ? നല്ല ക്രിസ്പിയാ. ക്രിസ്പിയായി. നല്ല കേട്ടോ. വിചാരിച്ചേക്കാളും രുചിയുണ്ട്. ക്രിസ്പിയാണ് സാധനം. ക്രിസ്പിയാ. ഞാൻ ഓർത്തില്ല അത്ര ഇതാവും. സോഫ്റ്റ് അല്ല, ക്രിസ്പിയാ. രുചിയുണ്ട്. നമ്മൾ ചാരിറ്റിയിൽ നിന്നൊക്കെ മേടിക്കണ പോലെ അതുപോലത്തെ സോഫ്റ്റ് അല്ലാന്നേ ഉള്ളൂ. ക്രിസ്പിനെസ് നന്നായിട്ടുണ്ട്. അത് ബേക്ക് ചെയ്യണമെന്ന് എന്നാ എനിക്ക് തോന്നണം. എനിക്കറിയില്ല, അത്രയ്ക്ക് നന്നായിട്ട് അറിയില്ല കേട്ടോ എനിക്ക്. അമ്മ അവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചിട്ട് പറഞ്ഞേക്കാം. ഇന്ന് കഴിക്കാനൊന്നും നേരമില്ല. അമ്മ കഴിച്ചോണ്ടാ നടക്കണേ. ക്രിസ്പിയാന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ അകത്തെ മിക്സിന് നല്ല രുചിയുണ്ട്. ഒട്ടും തീക്ഷ്ണമായ മസാല കുത്തോ അങ്ങനെ ഒന്നുമില്ല. രുചിയുള്ള ഒരു മിക്സാണ് അകത്ത് വെച്ചിരിക്കുന്നത്. വെജിറ്റബിൾ റോളാണല്ലോ, എനിക്കിഷ്ടപ്പെട്ടു ഇതാ. പിന്നെ കുഞ്ഞ് ഷേപ്പ് ആയതുകൊണ്ടേ നമുക്ക് ആവശ്യത്തിന് മാത്രം കഴിച്ചാൽ മതി. ഒരുപാട് വലുതല്ലോ. ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരുമായിരിക്കും. നമ്മൾ വറുത്തത് കൊണ്ടാണ്, വെളിച്ചെണ്ണയിലല്ലേ വറുത്തത്. സാധാരണക്കാർക്ക് ഇപ്പം അതല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ വറുത്ത് വരിക. മൈക്രോവേവ് ചെയ്യാൻ തോന്നുന്നു. ശരിയായിരിക്കും. പക്ഷെ ടേസ്റ്റ് ഉണ്ടാ. നല്ല 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 ടേസ്റ്റിയാ. ഇവിടെ വെച്ചേക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയിലേക്ക് പറഞ്ഞു. ഞാൻ ഇനി കുളിക്കാൻ പോവാം. അപ്പൊക്ക് എന്തായാലും ഇഷ്ടപ്പെടുക. ഇനി കുളിച്ചില്ലെങ്കിൽ മണി 7:45. നമ്മളിതിങ്ങനെ എന്നൊന്നും കഴിക്കാറില്ല കേട്ടോ. നിങ്ങൾ കാണാറുണ്ടല്ലോ, മിക്കവാറും വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ് കഴിക്കുന്നത്. കപ്പ, കാച്ചിൽ, മധുരക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, നാനകിഴങ്ങ്, ചക്കയുള്ളപ്പോൾ ചക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. കാച്ചിൽ, വയലറ്റ് കാച്ചിലൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇന്ന് തീരെ സമയമില്ലാത്തൊരു ദിവസമായതുകൊണ്ട് ആവക ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ നേരം ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് ഞാനത് പ്രതീക്ഷിച്ചത് കൊണ്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അതാ ഇതാകുമ്പോൾ വൈകുന്നേരം പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു സാധനം ഫ്രൈ ചെയ്തെടുക്കണ ടൈം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. ആണോ? ഇതിവിടെ ഫ്രൈ ആയിട്ടിരിക്കുന്നു എന്ന് തോന്നുന്നുള്ളൂ. അകത്ത് പക്ഷെ ഒട്ടും ഒരുപാട് ഡാർക്ക് ഫ്രൈ ഒന്നും ആയിട്ടില്ല. അകത്ത് കണ്ടോ ഇപ്പോഴും നല്ല രസമായിട്ടാണ് അതിരിക്കുന്നത്. നല്ല രസമുണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് കാര്യമാക്കണ്ട. അകത്ത് കറക്റ്റ് വേവാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കട്ടെ. എല്ലാവർക്കും എന്തൊക്കെയായിരുന്നു ഇന്ന് വൈകുന്നേരത്തെ സ്നാക്ക്? അപ്പോൾ നമുക്ക് അപ്പത്തും കൊടുക്കാം കേട്ടോ. എങ്ങനെയുണ്ട് തിരക്കൊക്കെ? ആണോ? ഏഹേ അതന്നെ. അങ്ങനെ റിലയൻസിന്റെ അവിടെയോ? സ്മാർട്ട് ബസാറിലാ? ഇന്ന് ഓപ്പണിംഗ് ആയതുകൊണ്ട് എല്ലാരും കാണാൻ വന്നതായിരിക്കും. ഒരുപാട് ഏരിയയും ഉണ്ട്, പുറത്ത് കാണുന്നതല്ല അല്ലേ? ഒരുപാട് ഏരിയ. ഓ ആ, അമ്മ നാളെ പോവാന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഒരു സ്പെഷ്യൽ സാധനം ഇരിപ്പുണ്ട്. ഇപ്പൊ ഉണ്ടാക്കിയതാ, ചൂടോട് കൂടി കഴിക്കാം. മെയ്ഡ് ബൈ ലിനോ ആണോ? ഹാഫ്. പപ്പായ കിട്ടിയോ? ഭാഗ്യം. സ്മാർട്ട് ബസാറിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയോ? ഓ അത്രയൊക്കെ ഉണ്ടോ? നാളെ പകല് പോയി കഴിഞ്ഞാൽ ഒരു തിരക്കും ഉണ്ടാവില്ല. ഇതിപ്പോ
ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഓ ആഹാ. 2 സൈഡിലും ശവക്കോട്ടയുടെ ആ സൈഡ് മുഴുവൻ വണ്ടികളാണ്. ആണോ? ദേ ഇതൊന്ന് കഴിച്ചിട്ട് പോവാം. ഇതെന്നാ പാലാണോ? ആ അത് ഫ്രിഡ്ജിൽ വെക്കാം. എന്താ ചെയ്യണം? തലവര തന്നെ മാറ്റുമെന്ന് ആർക്കറിയാം. ദേ ഇത് കഴിച്ചിട്ട് പോവാം. ദേ ഇതാണ് സാധനം കേട്ടോ. എന്റെ പേരെന്താ? വെജിറ്റബിൾ റോള്. അമ്മ കുളിക്കുക. നല്ലതാ. ഫില്ലിങ് നല്ലതാ. ഇതിപ്പോ ഓൾറെഡി അങ്ങനെ ഇരിക്കണതല്ലേ. ആ റെഡി ടു ഫ്രൈയാ. ടിഷ്യൂ പേപ്പറിലൊക്കെ പൊതിഞ്ഞെന്തിനാ? അത് എണ്ണ വാർത്താൻ. ഓ ചെറുതാണോ? ചെറുതാ, എല്ലാം ചെറുതാ. ഇത് എവിടെന്നാ മേടിച്ചേ? ഇത് ലുലുന്ന് ഇന്നലെ വന്നപ്പോ മേടിച്ചോണ്ട് വന്നതല്ലേ. ബ്രില്ലർ, അബാദ് ബ്രില്ലറിന്റെ. വെജിറ്റബിൾ എന്ന് പറഞ്ഞത്. ആ വെജിറ്റബിൾ റോൾ ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ലേ. അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിട്ടോ. ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലേ പാക്കറ്റ്. അത് ഇതിന്റെ നല്ലതല്ലേ, നല്ല ഫീലിംഗ്. തീക്ഷ്ണമായ മസാലയൊന്നുമില്ല. അതെ അതെ അതെ. പക്ഷെ ഇത് അങ്ങനെയല്ല. ചാരിറ്റിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന റോളിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ചാരിറ്റിലെ റോളാണ് റോളം. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല റോളം ചാരിറ്റിലെ റോളാണ്. ഇറ്റ് ഈസ് എക്സലന്റ്. അവരുടെ എല്ലാ ഐറ്റംസും നല്ലതാണ്. അതിനകത്ത് മസാലക്കുത്തൊന്നും ഇല്ല. ഇതിനകത്തും ഇല്ല മസാലക്കുത്ത്, ഒട്ടുമില്ല. അതിന്റെ അകത്തിരിക്കുന്നത് പെയിൽ കളറായിട്ട് ഇരിക്കുന്നത്. ഈ റോളിന്റെ രുചി എന്ന് പറയുന്നത് അതിന്റെ ഫില്ലിംഗ് ആണ്. നല്ല ഐറ്റംസ് ഫില്ല് ചെയ്താലേ അതിന്റെ ടേസ്റ്റ് ഉള്ളൂ. അതിൽ ഈ മഷ്റൂം ഒരു വലിയ അട്രാക്ഷൻ. വേറെ പലതും ഇടാം, ഈവൻ കാബേജ് വരെ ഇടാം. ഇത് 3 നല്ല വിധാംശമാണോ? അതെ. ഇനി ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് ഫ്രൈ ചെയ്യാൻ. കൊറേ ഉണ്ടായിരുന്നു ആ പാക്കറ്റിനകത്ത്. 400 ഗ്രാം 309. ചെറിയ പീസായതുകൊണ്ട് നന്നായി. ചെറുത് വളരെ ആവശ്യത്തിൽ അതേ എടുക്കുകയില്ല. അതെ.